Hey everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from Abraham Osler. Osler. So let's watch it. കൃഷ്ണദാസ് അലക്സാണ്ടറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? Sir, we are losing time. കൃഷ്ണദാസ്, അലക്സാണ്ടർ എവിടെ? മരണപ്പെട്ടവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. Oh, he came to deliver this. Yes. കൃഷ്ണദാസ്, തനിക്ക് സംഭവിച്ച നിർഭാഗ്യത്തിന് നീതീകരണമില്ല. ബട്ട് 3 പേര് ഭരിച്ചു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? Oh, look at him, man. കൃഷ്ണദാസ് ഒന്നും സംസാരിക്കുന്നു തോന്നുന്നില്ല സർ. കൂടെ പിടിക്കപ്പെട്ടവരൊക്കെ കേരളത്തിന് പുറത്തുള്ള ഹയറ്റ് മസിൽസാ. അവർക്ക് കിട്ടിയിട്ടുള്ള കാശ് പോലും സബ് കോൺട്രാക്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാന്നൊന്നും അറിയില്ല. ശരി സർ. സർ So, what's next? ഒരു വലിയ പാട്ടുകാരനാവുമെന്ന് ലോകം മുഴുവൻ പറഞ്ഞൊരു കലാകാരനാണ് അകത്തിരിക്കുന്നത്. കൃഷ്ണദാസിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ട്രാൻസ്ഫർ. ഒരു മനുഷ്യനെ നമ്മൾ ഇനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. അയാൾ പണ്ടേ ദുഷ്ടനാണ് സാർ. എന്നെ മകൻ തല തെറിച്ച പോലെ ഇയാളുടെ ഒറ്റ കുഴപ്പം കൊണ്ടാ സാറേ. അയാളുടെ കാരണം അവൻ ചാകുകയും ചെയ്തു. അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കല്യാണത്തിനൊക്കെ മുൻപ് ലാബില് മൃതദേഹം കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കൂലേ പഠിക്കാനായിട്ട്. That guy who said I can't remember, right? He used to work there. അയാൾക്കിപ്പോ ഒന്നും ഓർമ്മയില്ലെന്നാ പറയണം. ഓർമ്മ ഉണ്ടെങ്കിലും അയാൾ ഒന്നും പറയൂല സാറേ. സാറേ ഒരു കാര്യം പറയാനില്ല. മെഡിക്കൽ കോളേജിലെ കാര്യം ചോദിച്ചിട്ടുണ്ട്. 5-6 മാസം മുന്നേ ഒരു ചെറുപ്പക്കാരൻ വന്നായിരുന്നു. വെച്ചിട്ട് പൊക്കമുള്ള ഒരാളായിരുന്നു സാറേ. Youngster. തൃശ്ശൂർ എങ്ങാണ്ടല്ല ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്നാ പറഞ്ഞേ. ഒരു Doctor. He was the doctor at the accident case, if I remember, right? രാഘവൻ The first one. അല്ലേ? അതെ. ആരാ? പെങ്ങള് ആ കാലത്ത് അവിടെ പഠിച്ചിരുന്നോ? I don't remember. ഹലോ പറഞ്ഞായിരുന്നല്ലോ. സുജാന പറഞ്ഞ No, that was a different ആ guy. പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തെന്ന അതിനെ പറ്റിയൊക്കെ വല്ലതും അറിയാവുന്നൊക്കെ ഇങ്ങേരോട് കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നും പറഞ്ഞത് അങ്ങേർക്കൊന്നും ഓർമ്മയില്ലെന്നാ. ഇയാളാണോ? ആ ഈ പയ്യനാണ് സാറേ. Yes, it's from the hospital only. Ooh. SM ഹോസ്പിറ്റൽ. Oh. Now this girl, how is it related? ശബ്ദം നഷ്ടപ്പെട്ട കൃഷ്ണദാസിന്റെ കേസും ഈ ഡോക്ടർ അരുണിന്റെ സിസ്റ്റർ സുജിയുടെ മരണവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് സാർ. ബട്ട് നത്തിങ് മേക്സ് സെൻസ്. So, Sharat sir. ഹലോ ദിവ്യ മാം, ഞാനിവിടെ SM ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ അരുൺ ഇവിടെ സ്ഥലത്തില്ല മാം. പിന്നെ അരുൺ കോഴിക്കോടാണുള്ളത്. അവിടെ സൺറൈസ് ഹോസ്പിറ്റലിൽ വൈകിട്ട് ഒരു സർജറിക്ക് വിസിറ്റിംഗ് ന്യൂറോ സർജറി ഡോക്ടർ അരുണാണ്. ആ സർജറിയിലെ പേഷ്യന്റ് ഡോക്ടർ സേവി പുന്നൂസ്. കറക്റ്റ് സർ. Get ready, trace the number and find him.
അതായത് തൃശൂർ കമ്മീഷൻ ഓഫീസറാണ്. കാലിക്കറ്റ് സൺറൈസ് ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു യൂണിറ്റ് ഇവിടെ വേണം ഇപ്പൊ തന്നെ. ആ സർ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ആണ് ഡോക്ടർ അരുൺ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകാറുള്ളത്. അവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടായിരിക്കും സാറ് വിളിച്ചിട്ട് കിട്ടാത്തത്. തറവാടോ? ആ, അവര് കോഴിക്കോടുകാരാണല്ലോ. പണ്ട് ഇവിടെ തൃശ്ശൂർക്ക് പോയതല്ലേ. എനിവേ, ഞാൻ വീടിന്റെ ലൊക്കേഷൻ സാറിന് സെൻഡ് ചെയ്യാം. സിജോ, സാർ നമുക്ക് 2 ആയിട്ട് പിരിയാം. ദിവ്യ നേരെ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോ. ഡോക്ടർ അരുണിന്റെ വീട്ടില് മഫ്തിയിൽ പോലീസ് ഉണ്ടായിരിക്കണം. ഒരു സംശയം തോന്നരുത്. So this doctor is the second killer? I think so. But why you? Related, his sister is dead. Yeah. Maybe there was a poster there. Suja Memorial. So, We'll be here, sir. ഓസ്ലോ സാർ. എന്താ സാർ ഇവിടെ? okay. ഇതാരാണ് സാർ? Eh? ഡോക്ടർ, നിങ്ങളൊരു നല്ല നടനാണ്. എന്തിനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ അരുൺ, നിങ്ങളുടെ സഹോദരി സുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ചു നാൾ മുമ്പ് നിങ്ങളൊരു അന്വേഷണം നടത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ അറ്റൻഡർ ആയിരുന്ന രാഘവനെ നിങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. സഹോദരിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഡോക്ടർ, ടെൽ us everything. Okay. Okay. എന്തിനാണ് ചേച്ചി ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ എല്ലാം അറിയാവുന്ന കുറെ പേരുണ്ടായിരുന്നു സാർ. എന്റെ മനസ്സിന് എന്നൊന്നും മാഞ്ഞു പോയില്ല സാർ. സാർ, കുറച്ച് നാൾക്ക് മുമ്പ് ചേച്ചിയുടെ പഴയ മെഡിക്കൽ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും എനിക്കൊരു ഫോട്ടോ കിട്ടി. Okay. ചേച്ചി ഒരു പയ്യനും. ആ പയ്യൻ ആരാണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ചേച്ചിയും കാമുകനും അന്നത്തെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ രഹസ്യമായിട്ട് കാണാറുണ്ടായിരുന്നു. അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്നത് Okay. അറ്റൻഡർ രാഘവനാണെന്നും എനിക്ക് Okay, he's to അവരുടെ me his friend in. അയാൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് കരുതിയാണ് അയാളുടെ വീട്ടിൽ അയാളെ കാണാൻ ഞാൻ പോയത്. പക്ഷേ അയാൾക്കൊന്നും അറിയില്ല. അയാൾ അന്നേ വെള്ളമാണ് ഇന്നും. ഞാൻ പിന്നീടൊന്നും പ്രൊസീഡ് ചെയ്തില്ല സാർ. ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ കയ്യിലുണ്ട് സാർ, ഞാനിപ്പോൾ എടുക്കാം. ഡോക്ടർ ആരാണെങ്കിൽ പിന്നെ who is the killer? Yeah. We are missing something. Uh-oh. എന്താ വേണം? ഭയങ്കര ബന്ധമൊക്കെ ആണല്ലോ. സീരിയസ് ആണ്, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റാൻ പോവാം. ലെറ്റ് മീ ഡു ദ ലാസ്റ്റ് മിനിറ്റ് ചെക്കപ്പ്. Okay, doctor. What happened, doctor? സെവോഫ്ലൂറൈൻ അനസ്തെറ്റിക് സ്പ്രേ ആണ്. പെട്ടെന്ന് പോയി നോക്കണോ? വേഗം വേഗം ചെല്ലണോ? How come? ഒരു പേഷ്യനെ കൊണ്ട് പോയി പോകുന്നു. മാഡം, ട്രോളിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. Someone hurry up. Ooh. Damn. Oh shit.
face is scribbled. Sorry to bother you. Hello. ഹലോ സിജോ, ഡോക്ടർ സേവി മിസ്സിംഗ് ആണ്. ആരോ അയാളെ ഇവിടെ കിഡ്നാപ്പ് ചെയ്തു. Sir, Dr. Sevi missing. What? തെറ്റുപറ്റിയത് നമുക്കാണ്. ആ പരിഭാഷയിൽ ഒരു കോമ കുറവ്. 5 അല്ല 4 വിക്ടിംസ് മാത്രമേ Only ഉള്ളൂ. 4 victims. ഡോക്ടർ അരുൺ കാണിച്ച ഫോട്ടോയിലെ സുജയുടെ അജ്ഞാത കാമുകൻ അലക്സാണ്ടർ ആണ്. Alexander. ഇന്നലെ രാത്രി അലക്സാണ്ടറിന്റെ മുറിയിൽ ഞാൻ കണ്ട അതേ ബോൺസായി മരം, ആ പഴയ ഫോട്ടോ Imran. ഗ്രാൻഡ് പ്ലാനിന്റെ ക്ലൈമാക്സ് ആണ് സിജോ. അലക്സാണ്ടറും കൃഷ്ണദാസും ചേർന്നൊരുക്കിയ ഒരു ബ്രില്യന്റ് എക്സിക്യൂഷൻ. Damn. ബട്ട് ഹൗ? അലക്സാണ്ടർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവയല്ല സിജോ. അയാളാണ് വേട്ടക്കാരൻ. അലക്സാണ്ടറിനെ പോലെ കൃത്യം പ്രൊഫൈൽ മാച്ച് ആകുന്ന മറ്റൊരു കൂട്ടാളിയെ കൃഷ്ണദാസിന് കിട്ടുക എന്നുള്ളത് 1 in a million പോസിബിലിറ്റിയാണ്. കൺക്ലൂഷൻ, ശരിക്കും അലക്സാണ്ടർ ദുബായി പോയിട്ടില്ല. രേഖകളിൽ അലക്സാണ്ടർ ആണ് പോയിട്ടുള്ളത്. സർ, തന്റെ സംശയങ്ങൾ ശരിയാണോ? ആധാർ അതോറിറ്റിയിൽ നിന്ന് ഇമെയിൽ കൺഫർമേഷൻ വന്നു. ഒരു പേരുമാറ്റൽ നടന്നിട്ടുണ്ടോ സർ? 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ അലക്സാണ്ടറിന്റെ ആധാറിലെ പേര് സുധാകരൻ പയ്യാരത്ത് എന്നായിരുന്നു. Okay. He changed his name. I guess നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിസെക്ഷൻ ഹാൾ. Same. നമ്മൾ കണ്ട അലക്സാണ്ടർ ഒരു ടീക്കോയാണ്. That was a fake Alexander. പോകുന്നതാണ് യഥാർത്ഥ അലക്സാണ്ടർ. Who is the real Alexander? Oh, it's a Mamoka. Seriously, it's a... Oh. Music. Dang. I was not even thinking this. That Alexander was fake. Yup. So what are you trying to do? Hurry up. The police or him? Police. Nobody is a killer, right? ഡിസെക്ഷൻ ഹാൾ. Yeah. Do you know what is that? എല്ലാവരിന് പകരം ഫോർമലിൻ തെളിച്ച് എന്റെ ജീവിതം നിങ്ങൾ ഡിസെക്ട് ചെയ്ത സെയിം ഹാൾ. Oh, he was dissected by these guys. തുടരുകയും ഞാൻ അവസാനിക്കുകയും ചെയ്ത ഹാൾ. സെവി, സെയിം നമ്പർ 11 സ്ക്വയർ. Wrong. ഡോണ്ട് ഫേക്ക് സെവി. സമയമാണ്. സെവി, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? The 5th intercostal space at the mid-clavicular line. സിംഗിൾ പഞ്ചറിങ്ങിൽ നിന്റെ ഹൃദയം ആ നിമിഷം നിലയ്ക്കും. Oh my god, just look at him, I'm loving his man. hairstyle here. Oh, the card.
This is why I love Malayalam movies. What twist and See, twist. I have no idea. Like, in this movie, there is a Mamuka. Like, you know, this is something like you cannot imagine. I thought there will be a So many normal twists guy. and turns. So many. First, I thought that it's the doctor from the Doctor, hospital. yeah. Then we thought it's the Alexander. Alexander. But that is a fake one. That Alexander is a fake one. He's the real like Alexander. Now I'm more interested in the story. Why is he doing it? Because he said you dissected me in the same all you guys. So they have done something to him. Something bad to him And the other guy, he had a reason because he lost his wife. So they both were working together, of course. together. Oh. But again, wait, it's a Malayalam movie. There can be more twist. Twist. Actually, but this is something like you will boom your head, man. Crazy oh God, stuff. Crazy, Trust me, crazy. Full on crazy. But I like the way he is. It was just a small thing, like only 1 minute, I guess. So when he was cutting and that. also the thing is where he entered the BGM was amazing. And I am loving his hairstyle. I need to grow my hairs. It's good, yeah, it's good. But now we'll watch more, like I'm why pretty he's sure doing we'll get all- the backstory now. Hopefully. So guys, meanwhile do like, subscribe, Share, comment, click on the bell icon.